Hello friends, ഇന്നത്തെ ടോപ്പിക്കാണ് ഫിഷേഴ്സ് Inter-temporal choice model. Inter-temporal choice is an economic term describing how current decisions affect what options become available in the future. അതായത് Inter-temporal choice എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് ഭാവിയിൽ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഭാവിയിൽ നമ്മൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ട് വരിക എന്നുള്ളതെല്ലാം നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻസിൻ്റെ അടിസ്ഥാനം വെച്ചിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസിഷൻസ് അബൌട്ട് സേവിങ്സ്, വർക്ക് എഫേർട്ട്, എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, എക്സസൈസ്, ഹെൽത്ത് കെയർ ഇതെല്ലാം ഇന്റർ-ടെമ്പറൽ ചോയ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഡിസിഷൻസ് അബൌട്ട് സേവിങ്സ് എടുക്കുകയാണെങ്കിൽ കറണ്ട് ടൈം പീരിയഡിൽ ഞാൻ കൂടുതൽ സേവ് ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് സേവിങ്സ് കൂടുതലായിരിക്കും. ആ സേവിങ്സ് വെച്ച് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതേസമയം കറണ്ട് ടൈം പീരിയഡിൽ ഞാൻ ഡിസൈഡ് ചെയ്യുവാണ് ഇപ്പോൾ അധികം സേവ് ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ എൻ്റെ സേവിങ്സിൻ്റെ അളവ് കുറവായിരിക്കും. അതേപോലെ തന്നെ ന്യൂട്രീഷൻ, എക്സസൈസ്, ഇപ്പോൾ കറണ്ട് ടൈം പീരിയഡിൽ ഞാൻ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, അതേപോലെ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക, അത്തരത്തിൽ കറൻ്റ്ലി ഞാൻ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ എൻ്റെ ഹെൽത്ത് നല്ലതായിരിക്കും. ഞാനൊരു ഹെൽത്തി പേഴ്സൺ ആയിട്ടായിരിക്കും നിൽക്കുന്നത്, മറ്റ് വലിയ അസുഖങ്ങളൊന്നും കാണത്തില്ല. അതേസമയം കറണ്ട് ടൈം പീരിയഡിൽ ന്യൂട്രീഷ്യസ് ഫുഡ് അല്ലാണ്ട് ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് എല്ലാം കഴിച്ച് എക്സസൈസ് ഒന്നും ചെയ്യാതെയാണ് ഞാൻ നിലവിലിരിക്കുന്നതെങ്കിൽ ഭാവിയിൽ എനിക്ക് പല അസുഖങ്ങൾ വരും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ കഴിക്കുന്ന പല ഫുഡും എനിക്ക് ഭാവിയിൽ കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഇവിടെ നമ്മളുടെ കറണ്ട് ഡിസിഷൻസ് എങ്ങനെയാണ് ഫ്യൂച്ചറിലോട്ടുള്ള നമ്മളുടെ ഓരോ ഓപ്ഷൻസിനെയും എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ടെമ്പറൽ എന്ന് പറയുന്നത് ടൈം പീരിയഡിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. സോ ടെമ്പറൽ എന്ന് പറയുമ്പം രണ്ട് ടൈം പീരിയഡിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇന്റർ-ടെമ്പറൽ ചോയ്സസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സിൽ എടുക്കുന്ന ചോയ്സസിനെയാണ് ഇന്റർ-ടെമ്പറൽ ചോയ്സ് എന്ന് പറയുന്നത്. സോ ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത് ഇർവിംഗ് ഫിഷർ ആണ്. ഇർവിംഗ് ഫിഷർ രണ്ട് ടൈം പീരിയഡ്സ് വെച്ചിട്ടാണ് ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, പ്രസൻറ്റ് ടൈം പീരിയഡ് ആൻഡ് ഫ്യൂച്ചർ ടൈം പീരിയഡ്. When people consume and save a part of their income, they are thinking about their present and future consumption. അതായത് നമ്മൾ സാധാരണ ആൾക്കാർ കൈ കിട്ടുന്ന വരുമാനത്തെ കൊണ്ട് എത്രത്തോളം കൺസ്യൂം ചെയ്യണം, അതിൽ നിന്നും കുറച്ച് ഭാഗം സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമ്മളവിടെ കറണ്ട് കൺസംഷനും ഫ്യൂച്ചർ കൺസംഷനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. സോ കറണ്ട് ടൈം പീരിയഡിൽ നമ്മൾ കൈ കിട്ടുന്ന വരുമാനം കൊണ്ട് കൂടുതൽ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ അതിനർത്ഥം സേവിങ്സ് അവിടെ കറണ്ട് ടൈം പീരിയഡിൽ കുറവായിരിക്കും, അപ്പോൾ ഭാവിയിൽ കൺസംഷൻ കുറവായിരിക്കും. അതേപോലെ തന്നെ വൈസ് വേഴ്സ, കറണ്ട് ടൈം പീരിയഡിൽ കൺസംഷൻ കുറവാണെങ്കിൽ ഫ്യൂച്ചർ ടൈം പീരിയഡിൽ കൺസംഷൻ കൂടുതലായിരിക്കും. സോ ഇതിനെ ഒരു ട്രേഡ് ഓഫ് എന്നാണ് നമ്മൾ ഇക്കണോമിക്സിൽ പറയുന്നത്. ഇപ്പോൾ ഇൻഡിഫറൻസ് കർവ് എടുത്ത് നോക്കുവാണെങ്കിലും രണ്ട് ഗുഡ്സിൻ്റെ ഇടയിലുള്ള ട്രേഡ് ഓഫ് ആണ് കാണുന്നത്. ഒരു ഗുഡ് എ നമ്മൾ കൂടുതൽ മേടിക്കുവാണെങ്കിൽ ഗുഡ് ബി അവിടെ കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അതേപോലെ ഗുഡ് ബി ആണ് കൂടുതൽ മേടിക്കുന്നതെങ്കിൽ ഗുഡ് എ നമ്മൾ അതിനനുസരിച്ച് കുറയ്ക്കും. അതുകൊണ്ടാണല്ലോ ഇൻഡിഫറൻസ് കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിട്ടും അതേപോലെ ഒരു കോൺവെക്സ് ടു ദി ഒറിജിൻ കർവ് ആയിട്ടും വരുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം കൂടുതൽ മേടിക്കുമ്പം അതേസമയം ഒരെണ്ണത്തിൻ്റെ അളവ് അവിടെ കുറയ്ക്കുന്നത്, ഒരു ട്രേഡ് ഓഫ് ആണ് നടക്കുന്നത്. സോ ഇവിടെയും ഇർവിംഗ് ഫിഷർ പറയുന്നത് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസംഷൻ്റെ ഇടയിൽ ഒരു ട്രേഡ് ഓഫ് ആണ് നടക്കുന്നത്. കറണ്ട് ടൈം പീരിയഡിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചർ ടൈം പീരിയഡിൽ കൺസംഷൻ കുറവായിരിക്കും. അതേപോലെ തന്നെ നേരെ തിരിച്ചും കറണ്ട് ടൈം പീരിയഡിൽ കൺസംഷൻ കുറവാണെങ്കിൽ ഫ്യൂച്ചർ ടൈം പീരിയഡിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിലവിൽ കൈ കിട്ടുന്ന വരുമാനം കൊണ്ട് മൊത്തം അത് കറണ്ട് ടൈം പീരിയഡിൽ തന്നെ കൺസംഷന് ഉപയോഗിക്കുവാണെങ്കിൽ അവിടെ സേവിങ്സ് കുറവാണ്. കറണ്ട് ടൈം പീരിയഡിൽ സേവിങ്സ് കുറവാണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ സേവിങ്സ് കൊണ്ടായിരിക്കും കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സേവിങ്സ് കുറവാണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ സേവിങ്സ് കൊണ്ടുള്ള കൺസംഷനും കുറവായിരിക്കും. അതേപോലെ തന്നെ വൈസ് വേഴ്സയും. എന്നിട്ട് ഇർവിംഗ് ഫിഷർ പറയുന്നത് ഈ മോഡൽ ശരിക്കും ഒരു റാഷണൽ കൺസ്യൂമർ ഈ ട്രേഡ് ഓഫിനെ മനസ്സിലാക്കിക്കൊണ്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണ് ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമർ സ്വന്തം കൺസംഷനെ ഒരു അപ്രോക്സിമേറ്റ്ലി ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണ് ഈ ഇന്റർ-ടെമ്പറൽ ചോയ്സ് എന്ന് പറയുന്നത്. അതായത് കറണ്ട് ടൈം പീരിയഡിൽ കിട്ടുന്ന ഇൻകത്തിനെ ഇപ്പോൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു, എത്രത്തോളം സേവ് ചെയ്യുന്നു, സോ ദാറ്റ് ഭാവിയിൽ ആ സേവിങ്സ് വെച്ച് എത്രത്തോളം കൺസ്യൂം ചെയ്യാം എന്നുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ പീരീഡ് ഓഫ് ടൈം, അതിനെയാണ് ഇർവിംഗ് ഫിഷർ ഇവിടെ ഇന്റർ-ടെമ്പറൽ ചോയ്സ് മോഡൽ എന്ന് പറയുന്നത്. Consumers always face a budget constraint due to which
they consume less than they desire. നമുക്കറിയാം കൺസ്യൂമേഴ്സിന് എപ്പോഴും ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കൺസ്യൂമേഴ്സ് എപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് മേടിച്ച് കൺസ്യൂം ചെയ്യുകയല്ല ചെയ്യുന്നത്. എപ്പോഴും എത്രത്തോളമാണോ കൺസ്യൂം ചെയ്യുന്നത് എപ്പോഴും ഡിസയർ ചെയ്യുന്നേക്കാൾ കുറവായിരിക്കും. കാരണം ഈ ഒരു ലിമിറ്റ്, ഇൻകത്തിലൊരു ലിമിറ്റ് ഉള്ളത് കൊണ്ട് കൈ കിട്ടുന്നത് ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ ആ 1000 രൂപ നമ്മൾ മൊത്തം ചിലവാക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് മൊത്തം ചിലവാക്കാനാണ് താല്പര്യം. പക്ഷേ അത് മൊത്തം ചിലവാക്കാതെ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മേടിച്ച് ചിലതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കും. ആ ഇൻകത്തിലൊരു ലിമിറ്റ് വരുന്നത് കൊണ്ടാണ്, ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും കൺസ്യൂമേഴ്സ് കൺസ്യൂം ലെസ് ദാൻ ദേ ഡിസയർ. When they decide how much to consume at present and how much to save for the future, they actually face an inter-temporal budget constraint. ഒരു കൺസ്യൂമർ കൈ കിട്ടുന്ന ഇൻകത്തിൽ എത്രത്തോളം നിലവിൽ കൺസ്യൂം ചെയ്യണം, അതേപോലെ ഭാവിയിലേക്ക് വേണ്ടി നിലവിൽ എത്രത്തോളം ആ വരുമാനത്തിൽ നിന്നും സേവ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ കൺസ്യൂമർ ഒരു ഇന്റർ-ടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആണ് ഫേസ് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് ഇന്റർ-ടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആണ്. സോ ആൻ ഇന്റർ-ടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് മെഷേഴ്സ് the total resources available for consumption today and in the future. അപ്പോൾ ഇന്റർ-ടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇൻകത്തെയാണ്. ആ ടോട്ടൽ റിസോഴ്സസ് അവൈലബിൾ ഫോർ കൺസംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൺസംഷന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള വരുമാനം എത്രയാണോ ആ കൺസംഷൻ എന്ന് പറയുന്നത് നിലവിലത്തെ കൺസംഷനും ഫ്യൂച്ചർ കൺസംഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻകം ലിമിറ്റാണ് അവിടെ ഇന്റർ-ടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ആ ഇന്റർ-ടെമ്പറൽ എന്ന് വരുന്നത് കൊണ്ടാണ് കൺസംഷൻ ഇൻ ദ പ്രസൻറ്റ് ടൈം പീരിയഡ് ആൻഡ് കൺസംഷൻ ഇൻ ദ ഫ്യൂച്ചർ ടൈം പീരിയഡ്, രണ്ട് ടൈം പീരിയഡിലോട്ടുമുള്ള കൺസംഷന് വേണ്ടിയുള്ള ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് എത്രയാണോ അതിനെയാണ് ഇന്റർ-ടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്കിവിടെ അസ്യൂം ചെയ്യാം ഒരു കൺസ്യൂമർ വെറും 2 ടൈം പീരിയഡിലോട്ട് മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതായത് ഫസ്റ്റ് പീരിയഡിൽ കൺസ്യൂമറിൻ്റെ യങ്ങർ സ്റ്റേജും റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതേസമയം സെക്കൻഡ് പീരിയഡിൽ കൺസ്യൂമറിൻ്റെ ഓൾഡർ സ്റ്റേജ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 2 സ്റ്റേജസ് ആയിട്ടാണ് കൺസ്യൂമറിൻ്റെ ലൈഫ് ടൈം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 പീരിയഡിൽ മാത്രമേ ഒരു കൺസ്യൂമർ സർവൈവ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്തുകൊണ്ട് ഈ ഒരു ഇർവിങ്ങിൻ്റെ ഇന്റർ-ടെമ്പറൽ ചോയ്സ് മോഡൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം ആൻഡ് റിയൽ കൺസംഷൻ ഇൻ പീരിയഡ് 1 ഇസ് റെപ്രസെൻറ്റഡ് ആസ് Y1 ആൻഡ് C1 റെസ്പെക്റ്റീവ്ലി. അതായത് പീരിയഡ് 1-ൽ അതായത് കൺസ്യൂമറിൻ്റെ യങ്ങർ സ്റ്റേജിൽ കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം റെപ്രസെൻറ്റ് ചെയ്യുന്നത് Y1 ആയിട്ടും റിയൽ കൺസംഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് C1 ആയിട്ടുമാണ്. അതേപോലെ പീരിയഡ് 2-ൽ അതായത് കൺസ്യൂമറിൻ്റെ ഓൾഡർ സ്റ്റേജിൽ കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം റെപ്രസെൻറ്റ് ചെയ്യുന്നത് Y2 ആയിട്ടും ആൻഡ് റിയൽ കൺസംഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് C2 ആയിട്ടുമാണ്. Since the consumer can borrow and save, consumption in any one period can be either greater than or less than the income in that period. അപ്പോൾ ഇവിടെ ഇർവിൻ ഫിഷർ അസ്യൂം ചെയ്യുന്നത് കൺസ്യൂമേഴ്സിന് ബോറോ ചെയ്യാനും സേവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ബോറോ ചെയ്യാനും സേവ് ചെയ്യാനും പറ്റുന്നത് കൊണ്ട് തന്നെ ഏതൊരു പീരിയഡിൽ ഇൻകം എടുത്തു കഴിഞ്ഞാലും കൺസംഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആ ഇൻകത്തേക്കാൾ കൂടുതലായി എന്ന് വരാം, അല്ലെങ്കിൽ ഇൻകത്തേക്കാൾ കുറവായി എന്നും വരാം. ഇപ്പോൾ സപ്പോസ് എൻ്റെ കറണ്ട് ടൈം പീരിയഡിൽ ഇൻകം എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണെങ്കിൽ എനിക്ക് ബോറോ ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു 500 രൂപ ആരുടെങ്കിലും നിന്ന് കടം മേടിക്കുവാണെങ്കിൽ എൻ്റെ കറണ്ട് ഇൻകം 1500 ആയി മാറി. അപ്പോൾ എൻ്റെ കൺസംഷനും അതനുസരിച്ച് കൂടിയെന്ന് വരാം. അപ്പോൾ എൻ്റെ ഇൻകം 1000 ആയിരുന്നെങ്കിൽ ഞാൻ കടം മേടിക്കുന്നില്ല എങ്കിൽ എൻ്റെ കൺസംഷൻ ചിലപ്പം ഒരു 600 or 700 റുപ്പീസിലോ ഒതുങ്ങിയേനെ. പക്ഷേ ആ 1000 റുപ്പീസിനോടൊപ്പം തന്നെ ഞാനൊരു 500 രൂപ കടം മേടിക്കുന്നത് കൊണ്ട് നിലവിൽ എൻ്റെ ഇൻകം 1500 ആയി മാറി. അപ്പോൾ എൻ്റെ കൺസംഷൻ ആ ടൈം പീരിയഡിൽ അവിടെ കൂടി, ചിലപ്പം 1000 അല്ലെങ്കിൽ 1200 ഒക്കെ കൺസ്യൂം ചെയ്തെന്ന് വരാം. ഇനി അതേസമയം എൻ്റെ ഇൻകം സപ്പോസ് 1000 ആയിരിക്കെ ഞാൻ കൂടുതൽ സേവ് ചെയ്യുകയാണ് എന്ന് കരുതുക. ആ 1000 രൂപ ഇൻകത്തിൽ ഞാനൊരു 600 രൂപയോളം സേവിങ്സിന് ഉപയോഗിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സേവിങ്സിന് വേണ്ടി ഞാൻ മാറ്റി വെക്കുവാണെങ്കിൽ ബാക്കി 400 രൂപ മാത്രമേ ഞാൻ അവിടെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. സോ ഒരു ടൈം പീരിയഡിൽ ഒരു കൺസ്യൂമർ ബോറോ ചെയ്യുന്നതും സേവ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൺസംഷൻ ആ ടൈം പീരിയഡിലെ ഇൻകത്തിനേക്കാൾ കൂടിയെന്നും വരാം, കുറഞ്ഞെന്നും വരാം. പീരിയഡ് 1-ലെ സേവിങ്സ് എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് S1 is equal to Y1 minus C1. അതായത് നോർമലി സേവിങ്സ് is equal to ഇൻകം മൈനസ് കൺസംഷൻ പോലെ തന്നെയാണ് ഇവിടെ പീരിയഡ് 1-ൽ സേവിങ്സ് എന്ന് പറയുന്നത് S1 is equal to Y1 minus C1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്.
അതേസമയം പീരിയഡ് 2 വരുമ്പം consumption equals the accumulated savings in period 1 including the interest rate earned on that savings plus income in period 2. അതായത് പീരിയഡ് 2 കൺസംഷൻ എന്ന് പറയുന്നത് പീരിയഡ് 1 എത്രത്തോളമാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ സേവിങ്സ് പ്ലസ് അതിന് കിട്ടിയ ഇൻട്രസ്റ്റും പ്ലസ് പീരിയഡ് 2 കിട്ടുന്ന ഇൻകവും കൂടെ കൂടിച്ചേർന്നതാണ് പീരിയഡ് 2 കൺസംഷൻ. അപ്പോൾ ഇവിടെ പീരിയഡ് 1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു കൺസ്യൂമറിൻ്റെ യങ്ങർ സ്റ്റേജും അതേപോലെ പീരിയഡ് 2 എന്ന് പറയുന്നത് ആ ഒരു കൺസ്യൂമറിൻ്റെ ഓൾഡർ സ്റ്റേജിലുമുള്ള കാര്യമാണ്. അപ്പോൾ ഓൾഡർ സ്റ്റേജിൽ ആ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂം ചെയ്യുന്നത് ഏതൊക്കെ ഇൻകം വെച്ചിട്ടായിരിക്കും? ഒന്ന് ആ ഓൾഡർ സ്റ്റേജിൽ കിട്ടുന്ന വരുമാനം Y2, അതോടൊപ്പം യങ്ങർ സ്റ്റേജിൽ എത്രത്തോളം പണമാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ സേവിങ്സിന് കിട്ടിയ ഇൻട്രസ്റ്റ് റേറ്റ് അതും കൂടെ വെച്ചിട്ടായിരിക്കും ഓൾഡർ സ്റ്റേജിൽ ആ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂം ചെയ്യുന്നത്. അതിനെ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് C2 is equal to 1 plus R multiplied by S1 plus Y2. ഈ ഒരു ഇക്വേഷൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കൺസ്യൂമർ ഓൾഡർ സ്റ്റേജിൽ കൺസ്യൂം ചെയ്യുന്നത് 2 ടൈം പീരീഡിൽ കിട്ടിയ ഇൻകം വെച്ചിട്ടാണ്. ഒന്ന് Y2 അതായത് ഓൾഡർ സ്റ്റേജിൽ കിട്ടുന്ന ഇൻകം തന്നെ, ആൻഡ് രണ്ടാമത്തത് 1 പ്ലസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ S1 അതായത് യങ്ങർ സ്റ്റേജിൽ എത്രത്തോളം സേവിങ്സ് ആണോ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് ആ സേവിങ്സിന് എത്രത്തോളം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ കിട്ടിയിരിക്കുന്നത് ആ സേവിങ്സ് പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടാണ് ഓൾഡർ സ്റ്റേജിലെ കൺസംഷന് യൂസ് ചെയ്യുന്നത്. അതാണ് ആ C2 is equal to 1 പ്ലസ് ആർ S1 പ്ലസ് Y2 എന്ന് വന്നിരിക്കുന്നത്. ഇവിടെ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ 2 പീരീഡ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് എക്സാമ്പിളിൽ പ്രസൻറ്റ് ടൈം പീരീഡ് ആൻഡ് ഫ്യൂച്ചർ ടൈം പീരീഡ് എന്നുള്ള രീതിയിൽ 2 പീരീഡ്സിനെ പറ്റി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ യങ്ങർ സ്റ്റേജ് അതായത് ഫസ്റ്റ് പീരീഡിൽ S1 സേവിങ്സ് നടത്തുന്നു. എന്നിട്ട് ആ S1 എന്ന സേവിങ്സും പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റും കൂടി വെച്ചാണ് ഓൾഡർ സ്റ്റേജ് അതായത് പീരിയഡ് 2 കൺസ്യൂം ചെയ്യുന്നത്. അതേസമയം പീരിയഡ് 2 ആ കൺസ്യൂമർ സേവ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി അവിടെ അസ്യൂം ചെയ്യുന്നുണ്ട് കൺസ്യൂമർ ആ 2 പീരീഡിന് വേണ്ടി 2 പീരീഡിലോട്ട് മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ. സോ ഫസ്റ്റ് പീരീഡിൽ ജീവിച്ച് കിട്ടുന്ന ഇൻകം സേവ് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു. ആ ഫസ്റ്റ് പീരീഡിൽ സേവ് ചെയ്യുന്ന വരുമാനത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട്. ആ സേവിങ്സ് പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും സെക്കൻഡ് പീരീഡിൽ കൺസംഷന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പീരീഡിൽ ഇൻകം കിട്ടുന്നത് സേവ് ചെയ്യുന്നില്ല, ആ കിട്ടുന്ന ഇൻകവും കൺസംഷന് വേണ്ടി കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുവാണ്. If C1 is less than Y1 in period 1, then consumer is saving and S1 will be greater than 0. അതായത് ഫസ്റ്റ് ടൈം പീരീഡിൽ ഇൻകത്തിനേക്കാൾ കുറവാണ് കൺസംഷൻ എങ്കിൽ അതിനർത്ഥം കൺസ്യൂമർ അവിടെ കുറച്ച് പോർഷൻ ഓഫ് ദി ഇൻകം സേവ് ചെയ്യുന്നുണ്ട് ആൻഡ് S1 will be greater than 0. അതുകൊണ്ട് സേവിങ്സ് അവിടെ 0 അല്ല, കുറച്ചെങ്കിലും പോർഷൻ ഓഫ് ദ ഇൻകം സേവ് ചെയ്യുന്നത് കൊണ്ട് S1 will be greater than 0. അതേസമയം ഇഫ് C1 is greater than Y1 in the period 1 അതായത് യങ്ങർ സ്റ്റേജിൽ അല്ലെങ്കിൽ പീരീഡ് 1 ഇൻകത്തിനേക്കാൾ കൂടുതലാണ് കൺസംഷൻ എങ്കിൽ അതിനർത്ഥം കൺസ്യൂമർ ഇസ് ബോറോയിങ് ആൻഡ് S1 വിൽ ബി ലെസ് ദാൻ 0. അപ്പോൾ ഇൻകത്തിനേക്കാൾ കൂടുതലാണ് കൺസംഷൻ എങ്കിൽ ആ ഓൾറെഡി ഇൻകം മൊത്തം തീർന്നു കഴിഞ്ഞിട്ട് പിന്നെയും ബോറോ ചെയ്തിട്ടായിരിക്കും ബാക്കി കൺസംഷൻ നടത്തുന്നത്. അപ്പോൾ ഇഫ് C1 is greater than Y1 അതിനർത്ഥം കൺസ്യൂമർ ബോറോ ചെയ്യുന്നുണ്ട്, ഒപ്പം അവിടെ സേവിങ്സ് കുറവായതുകൊണ്ട് തന്നെ S1 വിൽ ബി ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ സേവിങ്സ് അവിടെ നെഗറ്റീവ് ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സോ നമ്മളിവിടെ പീരിയഡ് 1 സേവിങ്സ് കണ്ടു, ദാറ്റ് ഇസ് S1 is equal to Y1 minus C1, ആൻഡ് പീരിയഡ് 2 കൺസംഷനും കണ്ടു, ദാറ്റ് ഇസ് C2 is equal to 1 plus R multiplied by S1 plus Y2. സോ ഈ ഇക്വേഷൻസിൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് കിട്ടും. അതായത് C2 is equal to 1 plus R multiplied by Y1 minus C1 plus Y2. അതായത് ഓൾറെഡി നമുക്ക് S1 is equal to Y1 minus C1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ആ S1 സ്ഥാനത്ത് നമ്മൾ Y1 മൈനസ് C1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C2 is equal to 1 plus R Y1 മൈനസ് 1 പ്ലസ് ആർ C1 പ്ലസ് Y2 എന്ന് എഴുതാം. അതായത് ആ 1 പ്ലസ് ആർ എന്ന ടേമിനെ നമ്മൾ Y1 ടേമിന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ആൻഡ് C1 ടേം വെച്ചും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിനെ സിമിലർ ടേംസിനെ ഒരു സൈഡിലോട്ട് അറേഞ്ച് ചെയ്യുമ്പം
നമുക്ക് ആ C1 ഉണ്ട്, C2 ഉണ്ട്, അതുപോലെ Y1 ഉണ്ട്, Y2 ഉണ്ട്. സോ C1 C2നെയൊക്കെ ഒരു സൈഡിലും Y1 Y2നെയൊക്കെ വേറൊരു സൈഡിലും കോമൺ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് ആർ C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ Y1 പ്ലസ് Y2. ഇനി ഈ രണ്ട് സൈഡ്സിലും 1 പ്ലസ് ആർ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് C1 പ്ലസ് C2 divided by 1 plus r is equal to y1 plus y2 divided by 1 plus r. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടേം എടുക്കുവാണെങ്കിൽ LHS സൈഡ് എടുക്കുവാണെങ്കിൽ 1 പ്ലസ് ആർ C1 പ്ലസ് C2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ചെയ്യുമ്പം ഇവിടെ 1 പ്ലസ് ആർ നമുക്കൊന്നും കൂടെ അതിനെ ഡിവൈഡ് ആ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ 1 പ്ലസ് ആർ C1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ പ്ലസ് C2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 1 പ്ലസ് ആർ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് കട്ടായി പോകും. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ C1 പ്ലസ് C2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ. ഇതേപോലെ തന്നെയാണ് RHSൽ 1 പ്ലസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ y1 പ്ലസ് y2 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ എന്ന് കിട്ടുന്നത്. So this equation shows the consumption to income in the two periods, which is the standard way of expressing the consumer's inter-temporal budget constraint. അതായത് രണ്ട് ടൈം പീരീഡിലോട്ടും വേണ്ടിയുള്ള കൺസ്യൂമേഴ്സിൻ്റെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഇന്റർ-ടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് എന്നിവിടെ പറയുന്നത്. സോ ഇവിടെ ഇഫ് സപ്പോസ് R is equal to 0, then total consumption equals the total income in the two periods. അപ്പോൾ R is equal to 0 ആണെങ്കിൽ കൺസംഷൻ is equal to income എന്നുള്ള രീതിയിൽ വരും. അപ്പം നമുക്കിവിടെ R is equal to 0 ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C1 പ്ലസ് C2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0 1 പ്ലസ് 0 1 തന്നെയാണ്. സോ C2 ഡിവൈഡഡ് ബൈ 1 എനി നമ്പർ ഡിവൈഡഡ് ബൈ 1 ഇസ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. സോ C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു Y1 പ്ലസ് Y2 എന്ന് കിട്ടും. Y2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R എന്നുള്ളത് 1 പ്ലസ് 0 is 1 തന്നെ. So y2 divided by 1 y2. So C1 plus C2 is equal to y1 plus y2 എന്ന് കിട്ടും. ഇനി suppose if R is greater than 0, then future consumption and future income are discounted by a factor 1 plus R. അതായത് ഇവിടെ if R is greater than 0, suppose ഒരു 2% അല്ലെങ്കിൽ 3-4 അങ്ങനെ greater than 0 ആയിട്ടൊരു വാല്യൂ ആണ് R വരുന്നതെങ്കിൽ then future consumption and future income are discounted by a factor 1 plus R. അത്തരത്തിലൊരു ഡിസ്കൗണ്ടിങ് അവിടെ വരാൻ കാര്യം തന്നെ സേവിങ്സിൽ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടാണ്. അതായത് കൺസ്യൂമേഴ്സ് പീരിയഡ് 1ൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിൽ നിന്നും ഒരു ഭാഗമാണ് സേവ് ചെയ്യുന്നത് S1. ആ സേവിങ്സിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഏൺ ചെയ്യുന്നുണ്ട് ഇൻ ദ പീരിയഡ് 1. അതേസമയം നമ്മൾ നേരത്തെ കണ്ടു കൺസ്യൂമർ പീരിയഡ് 2ൽ ഒരു സേവിങ്സ് നടത്തുന്നില്ല. കാരണം കൺസ്യൂമർ ഈ 2 പീരീഡിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതിനുശേഷം മരിച്ചു പോവുകയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഓൾഡർ സ്റ്റേജിൽ കിട്ടുന്ന ഇൻകം പിന്നെ സേവ് ചെയ്യുന്നില്ല. ഓൾഡർ സ്റ്റേജിൽ കിട്ടുന്ന മൊത്തം ഇൻകം കൺസംഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഓൾഡർ സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡിൽ യാതൊരു രീതിയിലും ഇൻകത്തിൽ നിന്നും സേവിങ്സ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് പീരീഡിൽ ഒരു ഇൻട്രസ്റ്റും ആ കൺസ്യൂമർ ഏൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താ സംഭവിക്കുന്നത്? ഹിസ് ഫ്യൂച്ചർ ഇൻകം ഇസ് വർത്ത് ലെസ് ദാൻ ഹിസ് കറണ്ട് ഇൻകം. അതായത് ആ കൺസ്യൂമറിൻ്റെ യങ്ങർ സ്റ്റേജ് അല്ലെങ്കിൽ പീരിയഡ് 1ൽ കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു ഭാഗം സേവിങ്സ് ആക്കി മാറ്റിവെക്കുന്നുണ്ട്. ആ സേവിങ്സിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആ കൺസ്യൂമർ ഏൺ ചെയ്യുന്നുമുണ്ട്. അതേസമയം പീരിയഡ് 2 അല്ലെങ്കിൽ ഓൾഡർ സ്റ്റേജിലോട്ട് വരുമ്പം കിട്ടുന്ന ഇൻകം ആ കൺസ്യൂമർ ഒന്നും തന്നെ സേവ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കൺസ്യൂമറിൻ്റെ ഫ്യൂച്ചർ ഇൻകം, അതായത് ആ ഓൾഡർ സ്റ്റേജിൽ കിട്ടുന്ന ഇൻകത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് കുറവാണ് കമ്പയർഡ് ടു ദാറ്റ് കൺസ്യൂമേഴ്സ് ഇൻകം ഇൻ ദി യങ്ങർ സ്റ്റേജ്. Similarly, future consumption is paid from the savings S1 that have already earned interest in period 1, and therefore future consumption costs less than the current consumption. ഇവിടെ ഫ്യൂച്ചർ കൺസംഷൻ എന്ന് പറയുന്നത് പീരിയഡ് 2ലെ കൺസംഷൻ, അതായത് ഓൾഡർ സ്റ്റേജിലോട്ട് വരുമ്പോൾ ഉള്ള കൺസംഷൻ ഇസ് പെയ്ഡ് ഫ്രം ദ സേവിങ്സ് S1 ദാറ്റ് ഹാവ് ഓൾറെഡി ഏൺഡ് ഇൻട്രസ്റ്റ് ഇൻ പീരിയഡ് 1. അപ്പോൾ ഫ്യൂച്ചർ കൺസംഷൻ അല്ലെങ്കിൽ ഓൾഡർ സ്റ്റേജിൽ വരുമ്പോൾ ഉള്ള കൺസംഷൻ എന്ന് പറയുന്നത് ആ സമയത്തുള്ള ഇൻകം പ്ലസ് പീരിയഡ് 1 അല്ലെങ്കിൽ യങ്ങർ സ്റ്റേജിൽ എത്രത്തോളം സേവിങ്സ് ആണോ ഉണ്ടായിരുന്നത് ആ സേവിങ്സിന്
കിട്ടിയ ഇൻട്രസ്റ്റും കൂടി ചേർന്നിട്ടാണ് ഓൾഡർ സ്റ്റേജിൽ കൺസംഷൻ നടത്തുന്നത്, ഫ്യൂച്ചറിൽ കൺസംഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കൺസംഷൻ കോസ്റ്റ് ലെസ് ദാൻ ദി കറണ്ട് കൺസംഷൻ. അതിനർത്ഥം ഓൾഡർ സ്റ്റേജിൽ എത്തുമ്പോൾ നടത്തുന്ന കൺസംഷനായ ഫ്യൂച്ചർ കൺസംഷനു വേണ്ടി ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് കറണ്ട് കൺസംഷനേക്കാൾ കുറവാണ്. ദി ഫാക്ടർ 1/1+r is the price of C2 measured in terms of C1. That is, it is the amount of current consumption that the consumer must sacrifice to obtain 1 unit of future consumption. So ഇവിടെ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ടിരുന്നു C1 plus C2 divided by 1 plus r എന്ന്. അവിടെ ആ C2 divided by 1 plus rനെ നമുക്ക് 1/1 plus r എന്ന് പറയാൻ പറ്റും. ഈ 1/1 plus r എന്ന ഫാക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് the amount of current consumption that the consumer must sacrifice in order to obtain 1 unit of future consumption. അതിനർത്ഥം പീരീഡ് 1ൽ കൺസ്യൂമറിന്റെ ഇൻകം എന്ന് പറയുന്നത് Y1 ആണ്. അതിൽ ഒരു ഭാഗമാണ് കൺസംഷനു വേണ്ടി ഉപയോഗിക്കുന്നത്, വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് C1, ആൻഡ് ബാക്കി ഭാഗമാണ് സേവിങ്സ് ആയിട്ട് വെക്കുന്നത്, അതായത് S1 ആയിട്ട്. ഈ ഫസ്റ്റ് പീരിയഡിൽ സേവിങ്സ് ആയ S1നാണ് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 1+r multiplied by S1. ഈ 1+r multiplied by S1, അതായത് പീരിയഡ് 1ലെ സേവിങ്സും ആ സേവിങ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ചേർത്താണ് പീരിയഡ് 2, അതായത് ഓൾഡർ സ്റ്റേജിലെ കൺസംഷനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേസമയം പീരിയഡ് 2ൽ നോക്കുവാണെങ്കിൽ, അതായത് ഓൾഡർ സ്റ്റേജിൽ വരുമ്പം കൺസ്യൂമറിന് കിട്ടുന്ന ഇൻകം ഒരു രീതിയിലും സേവ് ചെയ്യുന്നില്ല. ഫുൾ ഇൻകം പീരിയഡ് 2ലെ കൺസംഷനു വേണ്ടി യൂസ് ചെയ്യുവാണ്. പീരിയഡ് 2ലെ കൺസംഷനു വേണ്ടി പീരിയഡ് 2ൽ കിട്ടുന്ന ഇൻകം പ്ലസ് പീരിയഡ് 1ൽ കിട്ടിയിരിക്കുന്ന സേവിങ്സും ആ സേവിങ്സിന് ഏൺ ചെയ്ത ഇൻട്രസ്റ്റും കൂടി ചേർന്നാണ് പീരിയഡ് 2ൽ കൺസംഷൻ നടത്തുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫ്യൂച്ചർ കൺസംഷനു വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കൺസ്യൂമറിന് ഓൾഡർ സ്റ്റേജിൽ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി കറണ്ട് ടൈം പീരിയഡിൽ അല്ലെങ്കിൽ യങ്ങർ സ്റ്റേജിൽ കൺസംഷൻ കുറച്ചിട്ട് സേവിങ്സ് കൂട്ടണം. ഇൻ അതർ വേർഡ്സ്, current consumption must be reduced and current savings must be increased in order to consume more in the future. അതുകൊണ്ടാണ് ആ 1/1 plus r എന്ന് പറയുന്നത് the price of C2 measured in terms of C1 എന്ന് പറയുന്നത്. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് C2, ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫ്യൂച്ചറിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി കറണ്ട് കൺസംഷൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് കറണ്ട് കൺസംഷൻ കുറച്ചാലേ കറണ്ട് സേവിങ്സ് കൂടുള്ളൂ. കറണ്ട് സേവിങ്സ് കൂടിയാലേ ആ കറണ്ട് സേവിങ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കൂട്ടിയിട്ട് ഫ്യൂച്ചറിൽ കൂടുതൽ പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൂടുതൽ പ്രോഡക്ട്സ് ഫ്യൂച്ചറിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി പ്രസന്റ് ടൈം പീരിയഡിൽ കൺസംഷൻ എത്രത്തോളം കുറയ്ക്കണം, അതാണ് ആ 1/1 plus r എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഫിഷറിന്റെ ഇന്റർടെമ്പറൽ ചോയ്സ് മോഡലിനെ ഒരു ഡയഗ്രത്തിന്റെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡയഗ്രത്തിൽ ഒരു ഇന്റർടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റും ഉണ്ട്, അതോടൊപ്പം ഇൻഡിഫറൻസ് കർവ്സും ഉണ്ട്. ഇവിടെ എക്സ് ആക്സിസിൽ പ്രസന്റ് കൺസംഷനും വൈ ആക്സിസിൽ ഫ്യൂച്ചർ കൺസംഷനുമാണ് ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ കൺസംഷൻ തമ്മിൽ ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. അതായത് കറണ്ട് കൺസംഷൻ കൂടുതലാണെങ്കിൽ ഫ്യൂച്ചർ കൺസംഷൻ കുറവായിരിക്കും ആൻഡ് വൈസ് വേഴ്സ. സോ ഇത്തരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് ഓഫ് ഒരു ഇൻഡിഫറൻസ് കർവ് വെച്ച് തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. The consumer prefers the best possible combination of consumption in the two periods, which is obtained at that point where the highest possible indifference curve is tangent to the budget constraint. ഇവിടെ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് രണ്ട് പീരിയഡിലോട്ടും കൂടി ഒരു ഏറ്റവും ബെസ്റ്റ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് കൺസംഷൻ ആണ്. അപ്പോൾ അത്തരത്തിലൊരു ബെസ്റ്റ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് കൺസംഷൻ ആ രണ്ട് പീരിയഡിലും ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് കൺസംഷൻ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിന്റെ, അതായത് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവും ഇന്റർടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റും ടാൻജന്റ് ആകുന്ന പോയിന്റിലാണ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ആൻഡ് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1+r ആണ്. സോ ഇവിടെ ഒപ്റ്റിമം പോയിന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ നമുക്ക് കിട്ടുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ഈക്വൽ ടു 1+r എന്നാണ്. ഇതിനർത്ഥം ദ കൺസ്യൂമർ ചൂസസ് കൺസംഷൻ ഇൻ ദ ടു പീരിയഡ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ഈക്വൽ ടു 1+r. ഇത്രയുമാണ് ഫിഷേഴ്സ് ഇന്റർടെമ്പറൽ ചോയ്സ് മോഡലിൽ വരുന്നത്.